നമുക്കിടയിലെ പാട്ടുകാർ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിടയിൽ ഒരുപാട് പാട്ടുകാർ, പ്രശസ്തമായ പാട്ടുകാരും അതുപോലെ തന്നെ പാടി തുടങ്ങിയവരും അതുപോലെ തന്നെ പുതിയതായി എഴുതിയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ പാട്ടുകൾ പ്രശസ്തമാക്കുക, അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ പ്രേക്ഷകരെ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ മൗണ്ടൻ അല്ലെങ്കിൽ കേരള മൗണ്ടൻ ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഒരുപാട് പാട്ടുകൾ എഴുതുകയും അതുപോലെ തന്നെ ആലപിക്കുകയും ചെയ്യുന്ന പ്രേമലത പനകാവാണ്. പ്രേമലതേച്ചി, നമസ്തേ. നമസ്കാരം. അപ്പോ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇന്ന് ഒരുപാട് പാട്ടുകാരുണ്ട്. അത് പല രൂപത്തിലും പല ഭാവത്തിലും. ആശാരിപ്പണി ചെയ്യുമ്പോൾ പാടുന്നവരുണ്ട്, അലക്കുമ്പം പാടുന്നവരുണ്ട്, കുളിക്കുമ്പം പാടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവരൊക്കെ നല്ല നല്ല പാട്ടുകാരാണ്. അപ്പോൾ ഈ ഒരു പ്രേമലത ചേച്ചി എങ്ങനെയാണ് ഈ ഒരു പാട്ടിന്റെ രംഗത്തേക്ക് പാടിയും അതുപോലെ എഴുതിയും എത്തിയിരിക്കുന്നത്? ഞാന് ചെറുപ്പകാലം മുതലേ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് ഇപ്പൊ നമ്മള് സാധാരണ പെൺകുട്ടികളാകുമ്പോൾ അടുക്കളപ്പണിയും മുറ്റടിക്കലും അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ അടിച്ചു വാരുമ്പോൾ പോലും ഒരു പത്രത്തിന്റെ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരുന്ന് വായിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പണി എടുക്കും. അങ്ങനെ പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ബാലരമ, അന്നത്തെ പിന്നെ പൂമ്പാറ്റ, അങ്ങനെയെല്ലാം വായിക്കും. അങ്ങനെയൊന്നുമില്ല, അന്ന് വന്ന മനോരമ, മംഗളം, ഇതിൻ്റെ അകത്തിലെ എല്ലാ ചെറിയ പ്രായത്തിലെ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ആ വായിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതാനും പിന്നെ എല്ലാം കഴിയുന്നത്. ബാലരമ, പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞു. ഈ 2010 ശേഷം ഈ ബാലരമയും പൂമ്പാറ്റയും വായിക്കുന്ന ചെറിയ കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്? ഇല്ല, കുറവാണ്. അവരെല്ലാം ഇപ്പം മൊബൈൽ ഫോൺ കിട്ടിയാൽ മതി. ചെറിയ കുട്ടികളടക്കം എന്താ പറയണ്ടേ, ഒരു ഫോണിന് അഡിക്റ്റ് ആയിട്ട് ഉള്ള ഇതാണ് ഇപ്പം കാണുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ആയാലും എല്ലാം ഫോണിൽ. വായന വളരെ കുറവാണ്. അതായത് ഈ ഒരു സമൂഹത്തില് കുട്ടികളോടും അതുപോലെ അമ്മമാരോടും ടീച്ചർമാരോടൊക്കെ ഈ വായന കുറയുമ്പോഴാണോ നമ്മുടെ ഇടയിലേക്കുള്ള ഈ കവികളും അതുപോലെ തന്നെ കഥാകൃത്തൊക്കെ കുറയുന്നത്? തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പം മൊബൈൽ ഫോണിൽ ഉണ്ട്, എല്ലാം ഒരു പരിധി വരെ നല്ലത് തന്നെ. പക്ഷെ കൂടിയാൽ അത് മോശമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വായിക്കുമ്പം നമ്മളേതായ ഇപ്പം അന്നത്തെ ഇപ്പം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആയാലും നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആയാലും അവരിലൊരു ഭാഷ വേറെ തന്നെയാണ്. ഒരു എന്താ പറയണ്ടേ, നാട്ടുഭാഷയല്ലാന്ന്. അതിനു മുന്നേ അച്ചടി ഭാഷയിൽ ഉള്ളത് മാറി മാറി ബഷീറിന്റെ പോലത്തെ നോവൽ വായിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ അത് അന്ന് വായിച്ചത് ഇപ്പോഴും പാത്തുമ്മയുടെ ആട്, പിന്നെ ബാല്യകാല സഖി. അപ്പൊ നമ്മളത് വായിക്കുമ്പം ആ വായിച്ച ഓരോ കോട്ടും നമ്മളെ മനസ്സിലുണ്ടാവും. അതുപോലെ ആയിരിക്കില്ല നമ്മൾ ഇതില് കാണുന്നത് ഇപ്പോഴത്തെ മീഡിയയിൽ. ഇന്ന് എല്ലാം മാറിയിട്ടുണ്ട്. അതായത് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, തോട്ടം തോറും വാഴ, ദേശം തോറും വാഴ, അങ്ങനെ എന്തോ തോട്ടം തോറും വാഴ, ദേശം തോറും വാഴ, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അതായത് ഓരോ ദേശത്തും ഓരോ ഭാഷയാണ്. അപ്പൊ ഇന്നിപ്പോ എല്ലാരും ഷോർട്സ് അല്ലെങ്കിൽ AI വീഡിയോ അതൊക്കെ കാണുമ്പോ, അപ്പോ അന്നേരം നമുക്ക് ഈ ഒരു കവിത, പുതിയ കുട്ടികളൊന്നും കവിത എഴുതുന്നോ അല്ലെങ്കിൽ വളരെ കുറവാണ്. ചെറിയ ഒരു ശതമാനം. പണ്ടൊക്കെയാണ് ഒരുപാട് കവിതയും അല്ലെങ്കിൽ പ്രേമലേഖനവും കവിതയും ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇന്നത്തെ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കുട്ടികൾ വായന എന്ന് പറഞ്ഞ ക്ഷമ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ലൈബ്രറിയിൽ നിന്ന് ലൈബ്രറി എടുത്തു കഴിഞ്ഞാലല്ലേ ആ ലൈബ്രറിയിലേത് വായിച്ച് തീരുന്നവര് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരു സമാധാനം ഉണ്ടാവില്ല. വായിച്ച് ഇപ്പൊ എന്തൊരു കാര്യമായാലും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ പിന്നെ വായിക്കേണ്ട കാര്യം, അവരവർ പഠിക്കേണ്ട ബുക്ക് തന്നെ ഭയങ്കര എല്ലാം എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടല്ലോ, യൂട്യൂബ് വഴിയാണ്. മെനക്കെടുന്നില്ല അവര് എന്തായാലും. അങ്ങനെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പം ഒരു പിന്നെ വായനശാല ഒരു പരിപാടി ഉണ്ടല്ലോ, വായനക്കളി എന്ന് പറഞ്ഞിട്ടൊരു 10 ദിവസം ഉണ്ടായി. അപ്പൊ ഞാന് മറ്റേ ഒരു വായനശാല എന്റെ ഇതിൽ ഞാൻ പോയി. ഹൈസ്കൂളിലെ കുട്ടികളും UP LP കുട്ടികളും ഉണ്ടായിരുന്നു ആ പരിപാടി. അതായത് എന്നെ വിളിച്ചത് കഥ കവിത എങ്ങനെ എഴുതാം എന്നുള്ളത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പെട്ടെന്ന് വലിയൊരു വിഷയം എടുത്തിട്ട് കുട്ടിക്ക് മനസ്സിലാവില്ലല്ലോ, കാരണം ചെറിയ കുട്ടികളടക്കമുണ്ട്. അപ്പം കുഞ്ഞുണ്ണി മാഷ ഒരു 4 വരി വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കാക്ക പാറി വന്നു, പാറമേലിരുന്നു, കാക്ക പാറി പോയി, പാറ ബാക്കിയായി. അപ്പൊ അതിൻ്റെ അകത്ത് നല്ല അക്ഷര പ്രയോഗം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ നല്ലൊരു ആശയമുണ്ട്. പിന്നെ അത് വായിച്ചാലും വളരെ വായിച്ചില്ലെങ്കിൽ പക്ഷെ
ഈ വലിയ കുട്ടികൾ അത് കേൾക്കാത്ത കുട്ടികളുണ്ട്. നമുക്ക് അത്ഭുതം തോന്നില്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു കുട്ടികൾക്ക് ഒരു ചെറിയൊരു പത്ര കട്ടിങ് കൊടുത്താൽ അത് ഒരു 2 സെന്റൻസ് പോലും അവർക്ക് വായിക്കാനല്ല. പിന്നെ കഥ എഴുതി ഞാൻ വാങ്ങി. കഥ എഴുതി വാങ്ങിയാലും മൊത്തം 10ാം ക്ലാസ്സിലെ കുട്ടികളൊരു തെറ്റാണ്. അക്ഷരത്തെറ്റി. അപ്പൊ ഇനി അത് എങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ, ഈ സമൂഹത്തിന് ശരിയാണ്. തീർച്ചയായിട്ടും നമ്മളെ നമ്മൾ വന്ന കാലം പോലെ ശരിക്കും നമ്മൾ വായിക്കുമ്പോ 2-3 കാര്യങ്ങളുണ്ട്. അക്ഷരം നമുക്ക് മനസ്സിലാവും വായിച്ചുകൊണ്ടിരിക്കുമ്പോ. ഇപ്പൊ ഡ എന്നുള്ള ബാ എന്നുള്ള ഏത് ബായോ നമുക്ക് ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ ഉള്ള ബാ ഇന്ന സ്ഥലത്ത് ഇന്ന ഭയാണ് അല്ല അതും നമുക്ക് നല്ല മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നല്ല വായനയിൽ തന്നെ നമുക്ക് ഒരുപാട് ഏത് കാര്യം ഇപ്പം രാജശ്രീ ടീച്ചർ ഞാൻ പഠിച്ച പാപ്പനശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂളിലെ രാജമ്മ ടീച്ചറെ മകളാണ്. പക്ഷെ നമ്മളൊരു 8ൽ 9ൽ പഠിക്കുമ്പോൾ ടീച്ചർ ചെറിയ ഒരു 6 വയസ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം ആ വീട്ടിൽ ആരും ഇല്ലാതെ അപ്പം ടീച്ചർ കൂട്ടിയിട്ട് വരും സ്കൂളിൽ. ഈ കുട്ടീന്റെ കുട്ടീനെക്കാട്ടി പുസ്തകമായിട്ടാണ് അവിടെ വരിക. അന്നേരം ടീച്ചറെ നോവല് കല്യാണി സാക്ഷാണി, പിന്നെ അതേപോലെ മറ്റേ അത്രയകം 2 നോവല് ഇത്ര ഫേമസ് ആയി. അപ്പൊ അന്ന് തന്നെ നമ്മളെ സ്കൂൾ അധ്യാപകന്മാർ പറയും ഈ കുട്ടി വലുതായിട്ട്, കാരണം അന്ന് ആര് ചോദിക്കുന്നുണ്ട് ടീച്ചർക്ക് അന്നേരം ഉത്തരം ചെറിയ അത്രയേ ആയുള്ളൂ കുട്ടി, 6-7 വയസ്സുള്ള രാജശ്രീ ടീച്ചർ. അപ്പൊ ആ ടീച്ചർ അത്രയും വായിച്ചത് കൊണ്ടാണ് ഇന്ന് അത്രയും നോവൽ എഴുതാൻ കഴിഞ്ഞത്. നമ്മള് ഉദാഹരണം ചെയ്ത് നമ്മളെ മുമ്പിലുണ്ട്. അപ്പൊ ഇന്ന് KR മീര ആയാലും ആരായാലും ചെറുത് മുതൽ നമ്മൾ വായന ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് നാളെ ഒരു 4 വരി കുറിക്കാനും ഞാൻ ആ കുട്ടികൾ പറഞ്ഞു കൊടുത്തത് വായന നിർബന്ധം. അതുപോലെ തന്നെ ഇപ്പം സ്വന്തമായി എഴുതിയ എത്ര കവിതകളുണ്ട്? ഇപ്പൊ എന്റേത് 3 കവിതാ സമാഹാരം ഇറങ്ങി. 4ാമത്തത് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആണല്ലേ? അപ്പൊ ഇതില് ആരുടെയെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ? എന്റെ വീട്ടില് ഒരു അച്ഛനെല്ലാം കർഷക അങ്ങനെയുള്ളതാണ്. പിന്നെ പക്ഷെ അങ്ങനെ ചെറുതില് സ്കൂളില് നമ്മള് സ്പോർട്സ് ആയാലും അങ്ങനെയുള്ള കാര്യം. പക്ഷെ എഴുതിയാലും ഇത് ഒരു ധൈര്യം കിട്ടില്ല നമുക്ക് കാണിക്കാൻ. കാരണം ആരെങ്കിലും എന്തെങ്കിലും പരിഹസിക്കുമോ എന്നുള്ള ഇതില്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചിപ്പോ ഒരു വീട്ടമ്മയായി കഴിഞ്ഞപ്പോഴാണ് ഓൺലൈൻ ഈ പറഞ്ഞ പോലെ അതിലേക്ക് എഴുതാലോ നമുക്കെന്നും. അങ്ങനെ എഴുതുമ്പോൾ പിന്നെ ഈ കുടുംബശ്രീ പോലത്തെ പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മൾ എഴുതിയ ഒരു കാര്യം. അപ്പോൾ അവർ ഇങ്ങോട്ടുള്ള പ്രതികരണമാണ് നമുക്കും കുറച്ച് എഴുതാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം വന്നു. ഏതെങ്കിലും എഴുതിയ വരികളിലെ ഏതെങ്കിലും ഒരു 2 വരി മൂളാനായിട്ട് പറ്റും? എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കവിത അമ്മ. അത് നമ്മള് ചുറ്റുപാടുള്ള കാഴ്ചപ്പാടാണ് ഒരാൾക്ക് എഴുതാൻ, അല്ലെ? അങ്ങനെയാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ മുന്നിൽ കാണുന്ന കാഴ്ചകളെല്ലാം എനിക്ക് കവിതയായിട്ട് വരില്ല. പിന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നമ്മൾ കാണപ്പെടുന്നത് വൃദ്ധരായ സ്വന്തം മക്കളായാലും എല്ലായാലും ഒന്നിക്കിൽ തെരുവ് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മള് TV തുറന്നാല് ഇഷ്ടംപോലെ കാണാനുണ്ട്. ഇന്നലെ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു, കല്യാണം ജോലിയുണ്ട്, കല്യാണം വേണ്ട. അപ്പോ ഇപ്പൊ പുതിയൊരു കുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് വേണം, അധികം പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ എന്താ വെച്ചാല് എന്റെ അഭിപ്രായത്തില് പണ്ട് ഒരു 4, 5, 6 കുട്ടികളുണ്ടാവും അച്ഛനും അമ്മക്കും. അവരങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും അവരെ വഴിക്ക് വിടും. പക്ഷെ ഇന്ന് 1 കുട്ടി 2 കുട്ടി അവര് പറയുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു തലമുറയും സമൂഹം എന്നുള്ളത്, അല്ലെ? എന്നാന്ന് പറയുന്നത് അത്ര പൈസ അവർ നോക്കില്ല, കടം വാങ്ങിയിട്ടായാലും അവര്. അപ്പൊ ആ കുട്ടികളെ ഇഷ്ടത്തിന് വളരുന്നത് കൊണ്ട് ഒന്നും സഹിക്കാനുള്ള ഇത് അവർക്കില്ല എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ഇപ്പൊ നമ്മളായാലും സഹനശക്തി തീരെയില്ല. നമ്മളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നതാണ്. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഉണ്ടാവും ഒരു വീട്ടിലെ മക്കള്. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പരസ്പരം അപ്പുറം ഇപ്പുറം ചെയ്യണം. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ക്ഷമയില്ല. ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ പിന്നെ തിരിച്ചും അങ്ങനെ തന്നെ. അങ്ങനെ ക്ഷമാശീലം വളരെ കുറവാണ്. പിന്നെ ഒന്നാമത് അവരിഷ്ടത്തിന്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തിന് നമ്മൾ 10 പൈസയാന്ന് ബസ്സിന്, 20 പൈസ സ്കൂളിൽ എന്തെങ്കിലും വാങ്ങാനല്ലാണ്ട് അധിക പൈസ നമ്മൾ. ഇന്നത്തെ അങ്ങനെയാ, ഇത്ര പോക്കറ്റ് മണി ചോദിക്കുമ്പോൾ 500 ഇല്ലാണ്ട് പോവില്ല. ഒരു ഇഷ്ടത്തിന് വളരുന്നു. മൊബൈൽ ഫോൺ ഇപ്പൊ ഞാൻ കണ്ടില്ല, മൊബൈൽ ഫോൺ കിട്ടാതെ ആത്മഹത്യ ഭീഷണി ചെറിയ കുട്ടികൾ. അപ്പൊ എന്നാ എത്ര എത്തിയ സമൂഹം അങ്ങനെയുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വെച്ചാല്, അപ്പൊ അമ്മ എന്നുള്ള ഒരു കവിത ഞാൻ എഴുതുന്നത്. ആ കവിതയാണ് ഒരുപക്ഷെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ നേടുന്നത്. നട്ടുച്ച നേരത്ത് പൊള്ളുന്ന വെയിലത്ത്
അമ്പലത്തിണ്ണയിൽ എന്നെ ഇരുത്തിയിട്ട് ആൾക്കൂട്ടത്തിൽ ധൃതിയിൽ മറയുന്ന മകളെ നിന്നോട് ദൈവം പൊറുക്കട്ടെ. 10 മാസം നിന്നെ ചുമന്നോരമ്മ നൊന്തു പെറ്റു വളർത്തിയോരമ്മ പിച്ച വച്ചു നടക്കാൻ പഠിപ്പിച്ചോരമ്മ ഇന്നോ നിനക്കാരുമല്ലാതെയായി. അവസാനത്തെ ഒരു 4 വരിയുള്ളതെന്ന് വെച്ചാല് പിന്നെ ഒടുവിൽ പൂച്ചയെ കൊണ്ടു കളയുന്ന പോലെ നീ പെറ്റമ്മയെ കൊണ്ടു കളഞ്ഞിട്ടു പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു വരിയാണത്. അതായത് പെയിൻഫുൾ വരികൾ, വേദനിപ്പിക്കുന്ന. അതുപോലെ തന്നെ ഇതുപോലെ നല്ല പാട്ടുകൾ വേറെ ഏതെങ്കിലും? വേറെ ഞാൻ കൂടുതലും ഈ ഇപ്പൊ ഒരു ഭാര്യ മരിച്ച ഒരു പ്രായമുള്ള ഒരവസ്ഥ അറിയില്ല. ഇപ്പൊ ഭാര്യ മരിച്ച അതും എന്റെ അനുഭവമാണ്. നമ്മളെ വീട്ടിൽ ഞാൻ എന്റെ കാഴ്ചപ്പാടുള്ളതാണ്. അതായത് പിന്നെ ആ വൃദ്ധന്റെ വേദന അത് പിന്നെ പാട്ടാക്കുന്ന ഒരു ഏകനായി പോയിന്നു ഞാൻ ജീവിത സായാഹ്നത്തിൽ ഇരുണ്ട മുറിക്കുള്ളിൽ മുഖമായി കഴിയുന്നു ഇത്തിരി വെട്ടത്തിനായി വെളിയിലിറങ്ങുമ്പോൾ പേരക്കിടാങ്ങൾ പോലും തുറിച്ചു നോക്കിയിടുന്നു. കെട്ടിയങ്ങെടുത്തിട്ട് വീണു പൊട്ടിയാലെന്റെ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ലെന്നൊരുവളും തൊണ്ട വരണ്ടാലിറ്റു നീരിനായി കേഴും നേരം ചത്തുപോയെങ്കിലെത്ര നന്നായെന്ന് മറ്റൊരുവൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പാതിയെ ഞാൻ അറിയാതോർത്തുമെല്ലെ മിഴികൾ നിറഞ്ഞുപോയി ഇന്ദിനൻ പ്രിയ സഖി. അങ്ങനെ ഒരു ആംബിയർ, അതായത് കവിതക്ക് ശരിയൊരു ജീവൻ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല ഏറ്റവും കയ്യടി കിട്ടിയ ഒരു ഇതന്നെ ഈ അമ്മേന്റെ കവിത പാടിക്കഴിഞ്ഞ് കുടുംബശ്രീ പഞ്ചായത്ത് തലത്തിൽ 1ാം സ്ഥാനം കിട്ടി, ബ്ലോക്കിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടി, ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടി, സംസ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനം കിട്ടി. അത് പിന്നെ ആ കവിതനെ കൊണ്ട് കുറേ ഇതുണ്ട്. കാരണം ഈ കവിത വേറെയുള്ള ആൾ അവരതെന്നും പറഞ്ഞ് അവതരിപ്പിച്ച് അങ്ങനെയെല്ലാം ഉള്ള പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ബ്ലോക്കിൽ മത്സരിക്കാൻ വേണ്ടി ഞാനിത് ആകാശവാണി പഠിക്കണായിരുന്നു കണ്ണൂർ. ഇങ്ങനെയാണെന്നറിയില്ല, ഇത് മത്സരിക്കാൻ പോകുമ്പോൾ ഒരു 70 വയസ്സുള്ള ഒരമ്മ കയറിയിട്ട് പാടുന്നു, ഇത് പാടുന്നു. പക്ഷെ അവർക്ക് അത് ഒരു കോർപ്പറേഷൻ്റെ പരിധിയിലാണ് പൊഴാതി. അവർക്ക് ആടുന്ന 1ാം സ്ഥാനം കിട്ടിയപ്പോൾ അവർ പറഞ്ഞത് ഞാനിത് ഉറക്കൊഴിഞ്ഞിട്ട് 12 മണി അങ്ങനെ എഴുതി തന്നു. പക്ഷെ ബ്ലോക്ക് തലത്തിൽ അവരും മത്സരിക്കാൻ പറ്റും, നമ്മൾ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കാൻ പറ്റും. എനക്ക് മുന്നേ ഇവർ പോകുന്നതാ ഇവർ. പക്ഷെ ആടെ പറഞ്ഞത് ഞാൻ സുഗതകുമാരിയെ അങ്ങനെ എഴുതിയതൊന്നുമല്ല, ഒരു തന്റെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞു. തൊട്ട് 2ാമത്തത് ഞാനാ പാടേണ്ടത് വിളിച്ചു കഴിഞ്ഞാല്. അപ്പൊ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇത് അല്പ രാഷ്ട്രീയത്തിലേക്കാണ്, ഇടതുപക്ഷത്തിന്റെ സഹയാത്രിയാണ് അല്ലെ? അതെ അതെ അതെ. അപ്പോ എന്തൊക്കെ പദവിയാണ് അലങ്കരിക്കുന്നത്? ഇടതുപക്ഷത്തിൽ ഞാൻ പാർട്ടീന്റെ ഇപ്പൊ മെമ്പറാണ്. അതേമാതിരി അവരിതുണ്ടല്ലോ കർഷക സംഘം, മഹിളാ വില്ലേജ് കമ്മിറ്റിയില്, പിന്നെ അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളെ ചെറുക്കൻ സഹകരണ ബാങ്കിൽ ഡയറക്ടറാണ്. പിന്നെ അതുപോലെ മാത്രമല്ല കണ്ണൂർ ജില്ലേന്റെ തന്നെ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതില് പിന്നെ ജില്ലാ ട്രഷറായിട്ട് നമ്മളെ ആർട്ടിസ്റ്റ് ശശികല, പിന്നെ ഹരിദാസ് ചെറുന്ന് അവരെല്ലാം ഒരു ഇതാണ്. അതില് ഏകദേശം 5-6-8 വർഷത്തോളായി ജില്ലാ കമ്മിറ്റിയിലാ. ഇപ്പൊ ഈ നമ്മുടെ അക്ഷരഗുരു രാഘവാട്ടൻ അറിയോ, കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഓരോ എല്ലാ മാസവും ഇവിടെ ഒരു പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ആ പരിപാടി തോന്നുന്നു ഞാൻ കാണാൻ തോന്നുന്നു രാഘവട്ടം മരിച്ചു 5-8 മാസമായി. അപ്പൊ ആ ഒരു ഓരോ പുതിയ ഈ കഥാകാരന്മാരെയും അല്ലെങ്കിൽ പുതിയ കവയത്രിയൊക്കെ ഓരോ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ്? നല്ല കാര്യല്ലേ അത്, നമ്മളെപ്പോലത്തെ അങ്ങനെയുള്ള നല്ല പ്രോത്സാഹനല്ലേ അത്. പക്ഷെ
ഇങ്ങനെ ഇപ്പൊ ഇടക്ക് എനക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല. ഇതേപോലെ ഒരു അവാർഡിന്റെ ഇതില് എനക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മ എന്തോ രത്ന പുരസ്കാരം പറ്റാത്ത ഒരു മെഡല് അങ്ങനെ ഓരോരോ അവര് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെ. അതുപോലെ ഇനിയിപ്പോ ഇത് കാണുന്ന ഈ പ്രേക്ഷകരോട് എന്താണ് പ്രേമലത ചേച്ചിക്ക് പറയാനുള്ളത്? അതായത് ഒരുപാട് അമ്മമാരുണ്ട്, പുതിയ കുട്ടികളുണ്ട്, ടീച്ചർമാരുണ്ട്. അങ്ങനെ അവരോട് പുതിയ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനായിട്ടും സമൂഹത്തിന് എന്താണ്? പുതിയ കുട്ടികളോട് പകർന്നു തരാനുള്ള വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ഫോണായാലും അതിനൊരു അഡിക്റ്റ് ലഹരിയായിട്ടാണ് അവർ ആ ജീവിതത്തിൽ വരുന്നത്. അത് പരമാവധി നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ലതാണ്. അത് വിട്ട് കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾക്ക്. പിന്നെ ഇതിന്റെ ക്ഷമ, കുറച്ച് സഹിഷ്ണുത, ഇതെല്ലാം അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അമ്മമാരോട് പറഞ്ഞ് കിട്ടാണ്ടിരിക്കുമ്പോൾ ആത്മഹത്യ ഭീഷണി, അതൊന്നും ഒരു നമ്മളെല്ലാം വളർന്നു വന്ന ഒരു ചുറ്റുപാട്. പിന്നെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ കാലം നടന്നു പോയിട്ടാണ് സ്കൂളിൽ പോയി പഠിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ വീട്ടിന്റെ മുറ്റത്തുനിന്ന് വണ്ടി കയറിയാൽ സ്കൂളിന്റെ മുറ്റത്ത് തിരിച്ച് ഇങ്ങോട്ടും വഴിക്ക് ഒരാളെ കാണോ, ഒരു സ്നേഹം പങ്കുവെക്കോ ഒന്നുമില്ല. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്നിക്കും മേലത്തെ മുറിയായിരിക്കും. ആരുമായിട്ടും സാമൂഹികമായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിരിച്ച് ഒരു മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെയൊന്നും സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം നമ്മൾ പങ്കുവെക്കുക. നമ്മളെല്ലാം സ്കൂളിലേക്ക് പോകുമ്പോൾ എത്രയോ അന്ന് കൃഷിപ്പണി ആൾക്കാരുണ്ടാവും. എല്ലാവരും നമുക്ക് സുപരിചിതരായിരിക്കും. ഒരു നാരനാട്ടനുണ്ടാവും, ഒരു കല്യാണം വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ട്, മക്കളെ വേഗം, അങ്ങനെയുള്ള ഒരു സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട്. അതന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ടാവും. വയല് ഈ പറഞ്ഞ നമ്മള് നെല്ലെല്ലാം ഏറുന്ന്, അല്ലെങ്കിൽ നമ്മളെ ഉഴുന്ന്, ഇതെല്ലാം ഉണ്ടാവും, പയറ് എല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നല്ലൊരു രസമല്ലേ. പിന്നെ മാങ്ങ എന്തായാലും വീട്ടിലെത്തുമ്പോ ഒരു അരമണിക്കൂർ കഴിയും. മാങ്ങ എറിഞ്ഞ് മാങ്ങ തിന്ന്, പിന്നെ പുളിമാരും ഉണ്ടാവും. ഇതെല്ലാം അല്ലെ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് എല്ലാവരുടെ സ്നേഹം പങ്കിട്ടിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിലെടുക്കുമ്പോഴുണ്ടായാലും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ പോലെ സുഖ സൗകര്യം ഇല്ലെങ്കിലും ഞാൻ പറയാ ഒരു സ്നേഹമുണ്ട് വീട്ടിന്റെ ഉള്ളിൽ. അത് ചെറിയ വീടായാലും, ഇന്ന് വലിയ ബംഗ്ലാവായിരിക്കും. ഇന്നത്തെ കുട്ടികൾ നിങ്ങൾ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് ബസ് കയറ്റും, വീട്ടിൽ കൊണ്ടിറക്കും. അവര് ഒരു സമൂഹമായിട്ടൊരു ബന്ധം ഇവർക്കില്ല. പിന്നെ ഈ ഫോണിലുള്ള പിന്നെ എല്ലാ വൃത്തിയിട്ട കാഴ്ചകളും ഉണ്ടാവും. ചെറിയ കുട്ടികളെ കടക്കുമ്പോൾ റീൽസ് കണ്ട തിരക്കാം. അപ്പൊ അതെല്ലാം അച്ഛനും അമ്മയും ഒന്ന് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറയുന്നത് കുട്ടികൾ ചോദിക്കുമ്പോൾ ആ വിഷം അറിയിക്കണം. ഇപ്പം ഇത്ര പൈസ വേണമെന്ന് പറയുമ്പോൾ ആ പൈസ നമുക്ക് കൈമ കിട്ടണ്ടെങ്കിൽ ഇത്ര പ്രയാസം കൊണ്ട് മക്കളെ അത് അല്ലെ അങ്ങനെ പറയണം. നമ്മള് അന്നേരം ആ പൈസക്ക് വില ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് ചോദിക്കുമ്പോൾ പൈസ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്നും വിലയില്ല എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടാണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താ പറയണ്ടേ, വേഗം അല്ലെ. ഇപ്പൊ ചെറിയ കുട്ടികളടക്കം വേഗം പിന്നെ ആത്മഹത്യയിലല്ലേ പോകുന്ന ഒരു പേടിയുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാ? പണ്ട് ശരിക്കും ദാരിദ്ര്യവും കഷ്ടപ്പാടും ചെറിയ വീടും ചോർന്നൊലിക്കുന്ന വീടല്ലേ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ട് പരസ്പരം. അതായത് നമുക്ക് ഒരു എല്ലാ പഴയ കവികളിലൊക്കെ ഒരു കുടുംബ പശ്ചാത്തലം അവര് തുറന്നു കാണിക്കും. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? അതായത് അച്ഛൻ, അമ്മ, വലിയച്ഛൻ, അങ്ങനെ അവര് കൂട്ടുകുടുംബം. അപ്പൊ ഇന്നത്തെ കവികൾക്ക് അത് എഴുതാനായിട്ട് പഴയ എന്താണ് ഇന്നത്തെ കവിത എഴുതുന്നത്? ഇന്നത്തെ കവികള് ചിലപ്പോ പഴയ കവികള് പഴയ ചുറ്റുപാട് കണ്ട് ഇതും അങ്ങനെയല്ല വരുന്നത്. അപ്പൊ അവർക്കിപ്പോ എന്റെ കാഴ്ച നിനക്ക് കവിത വരുന്നത്. അപ്പൊ അവരെ ആ ചുറ്റുപാടും ഇന്നത്തെ അങ്ങനത്തെ ചുറ്റുപാടല്ല, എല്ലാം വ്യത്യസ്തമാണ്. നമ്മള് ചെറുതിൽ വളർന്നു വന്ന നിന്ന് ഇന്നത്തെ എത്ര വ്യത്യാസമുണ്ട്. നമ്മള് വളരുന്ന TV വരെ ഇല്ല. നമ്മള് ആശ്രയം പുസ്തകം അല്ലെ. നമ്മളെ ജോലി നമുക്ക് എടുക്കാൻ ഇഷ്ടംപോലെ ജോലി ഉണ്ടാവും. വീട്ടിൽ ആയാലും കഴിഞ്ഞാൽ പഠിക്കാൻ തന്നെ. ഇപ്പൊ എൻ്റെ എല്ലാം ഒരു കൃഷി കുടുംബാണ്. പിന്നെ മറ്റേ അതിനെല്ലാം നമ്മൾ പോവുകയും ചെയ്യും, സഹായിക്കുകയും ചെയ്യും. നെല്ലിൻ്റെതായാലും പിന്നെ പശുക്കളുണ്ട് ഇഷ്ടം പോലെ. ഇതെല്ലാം എന്താ പറയണ്ടേ, ചാണം പാലം അടക്കം നമ്മൾ പോയി കഴിഞ്ഞാൽ രാത്രി നമുക്ക് ടൈം കിട്ടുക. ഇതിന്റെ ഇരുന്ന് 12 പരീക്ഷയിലായി 12:30 1 മണി 2 മണി വരെ ഇരുന്ന് പഠിക്കും. അങ്ങനെയാണ് നമ്മളെല്ലാം പാസ്സാവും. പക്ഷെ ഇന്നത്തെ കുട്ടികള് ഷോർട്ട് കട്ട് എങ്ങനെ ഈ അടുക്കള പണി അറിയില്ല. നമ്മളെ ചെറിയ എല്ലാം പഠിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ കുട്ടികൾക്ക് അടുക്കള പണി ഒന്നും അറിയില്ല ശരിക്കും. അവര് ഭയങ്കര, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ആ പഴയ കാലം തന്നെ ഇഷ്ടം. അതായത് 2000 ഇങ്ങോട്ടുള്ള കാലഘട്ടവും 2000 മുമ്പിലെ കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ കുറെ നമുക്ക് നല്ല എല്ലാം ഉണ്ട്. നമുക്കൊന്നിനൊരു ഇതില്ല. പക്ഷെ എന്നിരുന്നാലും എന്റെ മനസ്സിലാ പഴയ കാലം തന്നെ ഇഷ്ടം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്നിപ്പോ ഒരു വീട്ടിൽ ഇത്ര ഹൈറ്റും മതിലുണ്ട്. നമ്മളെല്ലാം ഉള്ള കാലത്ത് മതിലില്ല. അപ്പുറത്തെ പറമ്പിൽ അപ്പുറത്തെ വീട്ടിലെ മാങ്ങ നമ്മൾ എല്ലാം അല്ലെ. ഒരു ചക്ക പറിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത വീട്ടില്. ഇന്നങ്ങനെയാ? ഇന്ന് അവരവർ ഇപ്പൊ നമ്മളെ നെയ്പായസം ഇല്ലേ, മാധവിക്കുട്ടൻ നെയ്പായസത്തിന്റെ അത് കണ്ടിട്ടില്ലേ? അതാ ശരിക്കും ആ ഒരു നഗരത്തിന്റെ ഇതല്ലേ അതിൽ പറയുന്നു. ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ മരിച്ച ഭാര്യനെ കാണും. ഉറുമ്പ് ഇതായിട്ട് ചെറിയ കുട്ടികളാണ് പുറത്തുനിന്ന് കളിക്കുന്നത്.
അറ്റാക്ക് വന്ന് മരിച്ചു. അത് ആ ഒരു കഥയില്. നേരെ മറിച്ച് ഇന്നോ എന്തെങ്കിലും അല്ല അന്ന് ഒരിത് ഒരാളെ പുറത്ത് കണ്ടതിൽ അതേമാതിരി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇല്ല എങ്കിൽ അപ്പുറത്തെ വീട്ടിൽ തീ അടക്കം അല്ലെ, നമ്മള് അപ്പുറത്തൊന്നും ഇല്ലെങ്കിൽ തീപ്പെട്ടി തരും, അല്ലെങ്കിൽ ഒരു ലക്ഷം തരുമോ. ഇന്ന് ഇത്ര ഹൈറ്റില് പിന്നെ അവരെ പണി ചെയ്യുന്നു, അവര് ഫോണില് ആളുമായിട്ടൊരു ബന്ധമില്ല. അപ്പുറം ഇപ്പുറം ഉള്ള ആരുമായിട്ട് തൊട്ടപ്പുറം നിൽക്കുന്ന ആളാരാന്ന് എന്താ കുട്ടിയൊക്കെ അറിയില്ല. അങ്ങനത്തെ ഒരു കാലം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കുടുംബ പശ്ചാത്തലം ഇപ്പൊ ഭർത്താവ്, പിന്നെ 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. പിന്നെ മോനിട രാജാസ് ഹൈസ്കൂളിൽ ക്ലർക്ക്, മോള് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പ്രഗ്നന്റ് ആണ്, റെസ്റ്റിലാണ്. അവരുടെയൊക്കെ സപ്പോർട്ട് ഈ കവിതക്കും ഉണ്ട്. രാഷ്ട്രീയത്തിൽ പോകണ എനിക്ക് തോന്നുന്നു പ്രവചിച്ച് ഇത്രയും സംസാരം കേട്ടപ്പോ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് കൂടുതൽ ഇഷ്ടം. ഉണ്ട്. എന്റെ അഭിപ്രായത്തില് എന്താ പറയാ, ഇപ്പൊ നമ്മള് മഹാത്മാഗാന്ധി, ഒരാൾ പറയും എനിക്ക് വേറെ പണിയിലെ വീട്ടിലിരുന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, മഹാത്മാഗാന്ധിജിക്ക് എല്ലാ ചുറ്റുപാടും ഉണ്ടായിരുന്നു. അച്ഛൻ അത്രയും വലിയ അന്ന് മഹാത്മാഗാന്ധിജി ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ, അതുപോലത്തെ ആൾ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ നമുക്കിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാവുക അല്ലെ? അവർക്ക് അവരെ പിന്നെ ഇപ്പൊ സാമൂഹികമായിട്ട് അങ്ങനെ കുറെ ആള്, ഇപ്പം ഇത് കമ്മ്യൂണിസ്റ്റിന്റെ ആളാണ്. അന്ന് പണ്ട് നമ്മൾ പറയലുണ്ട്, അമ്പലത്തിൽ പോകാൻ എല്ലാവർക്കും കയ്യില്ല, പഴയ പെണ്ണുങ്ങൾ ബ്ലൗസ്, അങ്ങനെയുള്ള കാലഘട്ടത്തിലുള്ള ഇങ്ങനത്തെ കുറച്ചാള് വീട്ടിൽ അനങ്ങാണ്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവില്ല. അതുപോലെ നമ്മൾ വീട്ടിൽ വെക്കുന്ന അങ്ങനെ ഒതുങ്ങാണ്ട് സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം സമൂഹത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക, എന്നാലും നാളെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാവും. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചോറും കറിയും ചെയ്ത് പോയി, അങ്ങനെ ഒരാളുണ്ട് അറിയില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും എനക്ക് സന്തോഷിക്കാൻ എൻ്റെ 4 ബുക്ക് ഉണ്ട്. ഞാൻ അതാ പറയുന്നത്. നമ്മൾ മരിച്ചു പോയാലും എല്ലാ ലൈബ്രറിയിലും നമ്മൾ കൊടുക്കും. വരുത്തുമ്പോൾ നമ്മളൊരു പേരാടെ അടയാളപ്പെടുത്തൽ ഉണ്ടായില്ലേ, അപ്പം അതിൻ്റെ ഒരു സന്തോഷം. അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും സമൂഹത്തിൽ ചെയ്യാൻ പറ്റിയിട്ടാണ് ജനങ്ങളെ മനസ്സിൽ. ഇപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ മഹാത്മാഗാന്ധി നമ്മളെ ലോകം തേച്ച് അറിയപ്പെടുന്ന ഒരാളാണ്. അതെങ്ങനെയായ അർദ്ധനഗ്നായ ഒരാളാണ്. ഭയങ്കര സൗന്ദര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, അദ്ദേഹത്തിന്റെ കർമ്മല്ലേ ഇത്. അതുപോലെ ഓരോരാളുടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചെയ്യുന്നത് സമൂഹത്തിൽ വീട്ടിലുള്ള മാത്രം ഒതുങ്ങാണ്ട് സമൂഹത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം, നമ്മൾ ജീവിച്ചിട്ട് ഇങ്ങനെ ചെയ്തല്ലോ. പിന്നെ നമ്മളെ ജനങ്ങളെ മനസ്സിലൊന്ന് ഓർമ്മിക്കാൻ നമുക്ക്. ഏറ്റവും ഇത്രയും കവിതയും കഥകളും എല്ലാം ഇത് രാഷ്ട്രീയത്തിലെല്ലാം പ്രവർത്തിച്ച് ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയം ഏതൊക്കെയാണ്? സന്തോഷമുള്ള സമയം ഇതന്നെ. നമ്മളെ ഏറ്റവും എനിക്ക് സന്തോഷം നമ്മളെ വീട്ടില് കുടുംബമായിട്ട് കഴിയുന്നൊരു സന്തോഷം. അതിലുപരി നമ്മള് ഒരു പുതിയ കവിത എഴുതി അത് വായിച്ചു നോക്കും, അത് നാളെ അംഗീകരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതന്നെ ഈ കവിത, 2-3 കവിത ഒരുപാട് എനിക്ക് ഒരുപാട് പ്രചോദനം തന്ന കവിതകളാണ് ഇത്. എന്താ പറയുക, കേരളത്തിൽ തന്നെ പല ആളുകളും നേരിട്ട് ഇങ്ങനെ വിളിച്ചിട്ടും അഭിനന്ദനം അറിയിച്ച ഒരു ഇതാണ്. ഇതേപോലത്തെ ചില ആളെ ഞാനൊന്നത് ഈ കവിത പാടുമ്പോൾ ഏതൊരു വേദി പാടുമ്പോൾ ഒരു കുറച്ചാളെ കണ്ണെന്ന് വെള്ളം വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ വിഷമം ഉണ്ടായ സമയമുണ്ട്, വിഷമം തോന്നിയ സമയം കവിത എങ്ങനെ, അതായത് സമൂഹത്തിലും മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ സമയം എന്തൊക്കെയായിരുന്നു? അവഗണനയാണോ, സമൂഹത്തിൽ അവഗണന ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവഗണന കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടാണ്. പക്ഷെ ഇതേമാതിരി ചില ആളിപ്പോ നമ്മള് ഇപ്പൊ രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ പോകുമ്പോ പറയും, ഇതേപോലെ പറയും വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ, അങ്ങനെയുള്ള ചില അതെ എന്തിനാന്ന് ഇങ്ങനെ ഒപ്പം പോകുന്നു വീട്ടിൽ അടങ്ങി, അങ്ങനത്തെ കുറച്ച് ജനങ്ങളുണ്ട്. എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലതും. പ്രോത്സാഹനം തരുന്നവരുണ്ട്, നേരെ മറിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെയും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കവിതേന്റെ പരിപാടിക്ക് ഇങ്ങനെയെല്ലാം പോകുന്നതെല്ലാം പറയുമ്പോ അനങ്ങാട് എന്തിന്റെ ആവശ്യത്തിലാണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരോട് എന്തിനാ ഞാൻ ഉദാഹരണം സഹിതം മഹാത്മാഗാന്ധിന്റെ കാര്യം പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും അദ്ദേഹത്തിന് വീട്ടിലിരുന്നാൽ നല്ല സുഖമാണ്, അങ്ങനെ ഇറങ്ങിയില്ലേ നമ്മളെ അല്ലെ, അവരെ പോലത്തെ കുറച്ചാൾ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാ എന്ന് ഈ പറയുന്നവരോട് ഞാൻ. പിന്നെ കവിത എനിക്ക് ഭയങ്കര ഇത് തോന്നി, പിന്നെ അതായത് സമൂഹത്തിന് കൊടുക്കുന്ന ഈ വായനാ ദിനത്തിലും കുട്ടികളൊന്ന് ഇച്ഛയോടക്ഷരത്തിരി തെളിച്ചിടുക, ആർത്തിയോടക്ഷരാഗ്നിയെ പുണരുക, അജ്ഞാനമാമന്ധകാരത്തെ നീക്കുക,
ജ്ഞാനപ്രകാശത്താൽ ജ്വലിക്കട്ടെ വിശ്വവും. ഇത് സ്കൂളുകളിലെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ കുട്ടിക്ക് ഞാൻ ആ 4 പേര് പറഞ്ഞു കൊടുക്കണം. വായനാ ദിനത്തിനെല്ലാം ചിലപ്പോൾ വിളിക്കണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ശ്വാസം എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മട്ടില്ല. നിന്നിലെ ശ്വാസം നിലയ്ക്കുവാൻ കേവലം നിമിഷമെന്നുള്ളൊരാ സത്യമറിയുകിൽ സർവം മറന്ന്. പ്രേക്ഷകരെ, ഇത്ര നേരം നമ്മോടൊപ്പം പാട്ടുപാടിയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ നന്മയും അതുപോലെ തന്നെ തിന്മയൊക്കെ എങ്ങനെ ചെയ്യണം, നമുക്ക് എങ്ങനെ ഇനി സമൂഹത്തിൽ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ വാർത്തെടുക്കണം, എങ്ങനെയൊക്കെ നമ്മുടെ പ്രേമലത പനങ്കാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിടയിലെ പാട്ടുകാർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ കണ്ണൂർ മൗണ്ടൻ അല്ലെങ്കിൽ കേരള മൗണ്ടനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. പ്രേമലതച്ചി, താങ്ക്സ്. ഇതുവരെ ഇങ്ങനെ ഇതിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ക്ഷണിച്ചതിലും എല്ലാവരും അത് ഏറ്റെടുക്കുക. ഞാൻ ഈ